ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട്, അല്ലെങ്കിൽ ആ അധ്യായത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട്. എന്നെ ഒത്തിരിയേറെ ചിന്തിപ്പിച്ച ഒരു വചനമാണ്. കാരണം ക്രിസ്തുവിനെ കുറിച്ചൊക്കെ നമുക്കുള്ള ധാരണ എന്ന് പറയുന്നത് ക്രിസ്തു സ്നേഹത്തിൻ്റെ ദൈവമാണെന്നാണ്. ശരിയല്ലേ? നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നത് അങ്ങനെയല്ലേ? ക്രിസ്തു സ്നേഹിക്കുന്നവനാണെന്നല്ലേ ചിന്തിക്കുന്നത്? ഈശോ ഗോഡ് ഈസ് ലവ് നമ്മൾ ചിന്തിക്കും. നമുക്ക് ഇത്തിരി ഇഷ്ടമുള്ള ആ വാക്യം കേൾക്കാൻ. ശരിയല്ലേ? ഗോഡ് ഈസ് എ പണീഷിങ് ഗോഡ് എന്ന് കേൾക്കാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? നിങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ തെറ്റുകൾക്ക് ദൈവം നമ്മളെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ തയ്യാറാണോ? ഞാൻ സമ്മതിക്കാൻ തയ്യാറല്ല. അങ്ങനെ ഒരു ദൈവം എനിക്ക് വേണ്ടെന്ന് ഞാൻ പറയും. അങ്ങനെ ദൈവത്തെ എനിക്ക് വേണ്ടെന്ന് ഞാൻ പറയും. കാരണം ക്രിസ്തുവിനെ കുറിച്ചുള്ള എൻ്റെ ധാരണ എന്ന് പറഞ്ഞാൽ അവനെപ്പോലെ സ്നേഹിക്കാൻ മറ്റാർക്കും സാധിക്കുകയില്ലെന്നുള്ളതാണ്. പക്ഷേ മക്കളെ, ഇതേ ദൈവം തന്നെ ഇവിടെ പറയുന്ന ഒരു സംഭവമുണ്ട്. ഗലീലക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചിലർ അവനെ അറിയിച്ചു. അവൻ ചോദിച്ചു, ഇവയെല്ലാം അനുഭവിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലക്കാരെയും കൂടുതൽ പാപികളായിരുന്നുവെന്നോ നിങ്ങൾ കരുതുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. വീണ്ടും ഈശോ തുടരുകയാണ് പറയുന്നത്. അഥവാ സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ 18 പേർ അന്ന് ജെറൂസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയും കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളും അതുപോലെ നശിക്കും. NRSV ബൈബിൾ പറയുന്നത് യു വിൽ ഷുവർലി പെറിഷ് എന്നാണ് പറയുന്നത്. നിങ്ങൾ തകർന്നടിഞ്ഞില്ലാതെയായി പോകും. അതേ മക്കളെ, പാപത്തിന് അതിൻ്റെതായ പരിണത ഫലങ്ങളുണ്ട്. പശ്ചാത്തപിച്ച് പാപത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാകുന്നില്ലെങ്കിൽ നശിക്കും എന്ന് കർത്താവ് യേശു മിശിഹ തൻ്റെ തിരുവാക്കുകൊണ്ട് പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കുക തന്നെ ചെയ്യും. പശ്ചാത്തപിക്കുന്നില്ല അപ്പസ്തോലന്മാരോടാണ് പറയുന്നത്. പശ്ചാത്തപിക്കുന്നില്ല പത്രോസെ നീ നശിക്കൂടാന്നാണ് പറഞ്ഞത്. ഇവിടെ മുമ്പിൽ ഇരുന്ന് ഒന്ന് വാ വിളിക്കുന്ന പയ്യനോടും കൂടെയാ പറഞ്ഞേ. ഇന്നലെ ഉറങ്ങിയില്ലേ? സാരമില്ലടാ. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ ഓരോരുത്തരും അതുപോലെ നശിക്കും. പിന്നെ ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, അച്ഛൻ അങ്ങോട്ട് നോക്കിയേ, അവൻ്റെ ഒരു വളർച്ച കണ്ടോ? അവൻ ആരാന്ന് അച്ഛൻ അറിയോ? ആരാ? എനിക്കെങ്ങനെ അറിയാനാ? അച്ഛാ, അവൻ എന്തോരം പൈസ ഉണ്ടാക്കണമെന്ന് അറിയോ? ജസ്റ്റ് ഈ കഞ്ചാവ് ഇവിടെ നമ്മുടെ കടത്തി കൊടുത്താൽ മതി, അവിടെ കിട്ടും ഒരു 5000 രൂപ. ഇച്ചിരി ഉള്ളു, പോക്കറ്റിലുണ്ടോ? ആരും പിടിക്കില്ല. അങ്ങനെ ആരും പിടിക്കാതെ അവൻ കൂട്ടി സമ്പാദിച്ചു വെച്ച് അവൻ വലിയ ലക്ഷാധിപതിയായി. നോക്കിക്കേ, ഈ അബ്കാരി കോൺട്രാക്ടേഴ്സൊക്കെ വളരുന്ന കണ്ടില്ലേ അച്ഛാ? എന്തൊരു വളർച്ചയായത് മക്കളെ. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടന്റെ വളർച്ചയോർത്ത് നിങ്ങൾ അസൂയപ്പെടരുത്. കാരണം അവൻ്റെ പതനം വലുതായിരിക്കും. ഇതാ കർത്താവ് ചിലരോടൊക്കെ ക്ഷമിക്കാനായിട്ട് തയ്യാറാവും. നമ്മുടെയൊക്കെ ജീവിതങ്ങൾ എടുത്താൽ തന്നെ അറിയാം. പലരോടും കുമ്പസാരിക്കാൻ വരുമ്പോൾ ഞാൻ പറയും, മക്കളെ, ചിലരെയെങ്കിലും കർത്താവ് ഇങ്ങനെ കൈകൊണ്ട് പൊതിഞ്ഞ് സൂക്ഷിക്കുന്നതായിട്ട് കർത്താവ് ചിലപ്പോൾ കാണിച്ചു തരും. കുമ്പസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വലിയ വലിയ തിന്മകളൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്, വലിയ പാപങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു മനുഷ്യനും അറിയുന്നില്ല. വളരെ നീറ്റായിട്ടാണ് ഇവരൊക്കെ നടക്കുന്നത്. മറ്റുള്ളവരുടെ മുമ്പിൽ കർത്താവ് നമ്മുടെയൊക്കെ പാപങ്ങളൊന്ന് തുറന്നു കാണിക്കുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് തല ഉയർത്തിപ്പിടിച്ച് നടക്കാനായിട്ട് സാധിക്കും? മക്കളെ, കർത്താവിൻ്റെ സംരക്ഷണയുടെ അവൻ മറ്റുള്ളവരെ കാണിക്കാതെ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പാപങ്ങളുടെ അവൻ ആ കൈയൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് പോലും അഭിമാനിക്കാൻ സാധിക്കാത്ത വിധം ഈ പറയുന്ന ഞാനടക്കം സർവ്വരും മനുഷ്യന് മുമ്പിൽ നാണം കെട്ട് തലകുനിച്ചു പോകും. പക്ഷേ രക്ഷാകരമായ ആ കൈ നമ്മുടെ ചുറ്റുമുള്ളത് കൊണ്ട് നമ്മുടെ പല രഹസ്യ പാപങ്ങളും ആരും അറിയുന്നില്ല. ദൈവത്തിൻ്റെ ക്ഷമയുടെ രഹസ്യം എന്നതാ. ദൈവം എന്തിനാ ഇങ്ങനെ ക്ഷമിക്കുന്നത്? നമ്മൾ കാണാറുണ്ട്, ചിലരൊക്കെ പാപം ചെയ്ത് ഇങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കുക. അബോർഷൻ 1, 2, 3, 4 കുഞ്ഞുങ്ങളെ വയറ്റിലിട്ട് കൊല്ലുക. എന്നിട്ട് അവരുടെയൊക്കെ ജീവിതത്തിൽ ഉയർച്ചയാ. ഇഷ്ടം പോലെ ആളുകളെ ദ്രോഹിക്കുന്നു. ചിലരൊക്കെ വലിയ ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് ഗുണ്ടായുസമൊക്കെ കാണിച്ച് മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി തന്നെ ഇറങ്ങി തിരിക്കുന്നവരുണ്ട്. അവരൊക്കെ വളർന്ന് വലുതാവുക. അവരോടൊക്കെ ദൈവം ക്ഷമ കാണിക്കുക. എന്തിനാ ദൈവം ഇങ്ങനെ ക്ഷമിക്കുന്നത്? ദൈവം എന്തിനാ ഇങ്ങനെ കാത്തിരിക്കുന്നത്? ഇതാ റോമാക്കാരുടെ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ വളരെ കൃത്യമായിട്ട് വചനം പറയുന്ന ഒരു കാര്യമുണ്ട്. അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസ്സാരമാക്കുകയാണോ ചെയ്യുന്നത്? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസ്സാരമാക്കുകയാണോ ചെയ്യുന്നത്? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങളുടെയൊക്കെ പാപങ്ങൾ മൂലം നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മുടെയൊക്കെ പാപങ്ങൾ മൂലം ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ദൈവം ക്ഷമയോടെ കാത്തിരിക്കുക.
ദൈവത്തിൻ്റെ ക്ഷമയുടെ മുമ്പിൽ നീ നിൽക്കുമ്പോഴാണ് ചില കുഞ്ഞുങ്ങളൊക്കെ അല്ലെങ്കിൽ ചില വ്യക്തികളൊക്കെ കുമ്പസാര കൂട്ടി വന്നിരിക്കുമ്പോൾ എല്ലാ അച്ഛന്മാർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും ഇവൻ ഏത് മനോഭാവത്തോടു കൂടി വന്നിരിക്കുന്നതെന്ന്. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു കൊച്ചച്ഛൻ പട്ടം കിട്ടിയതേ ഉള്ളൂ. അച്ഛൻ എൻ്റെ അടുക്ക് പറയുകയായിരുന്നു, മക്കളെ ചിലവരൊക്കെ വന്നിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം അങ്ങ് അടഞ്ഞു പോവുക. കാരണം എന്താ? ഇവൻ അനുതാപമില്ല, ഇവന് പശ്ചാത്താപമില്ല, ഇവൻ ദൈവത്തെ ഭോഷണാക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. മക്കളെ, ഒരു നല്ല ശതമാനം അച്ഛന്മാർക്കും നിങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങളൊക്കെ ചെയ്ത പാപങ്ങളുടെ ഘോരത അറിയാം. അത് നിങ്ങൾക്ക് അറിയുമോ? അതൊക്കെ കുമ്പസാരത്തിലൂടെ കിട്ടുന്ന വലിയൊരു കൃപയാണ് പലപ്പോഴും. നിങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അച്ഛന്മാർക്കറിയാം എവിടേക്കാണ് ഈ പയ്യൻ പോകുന്നത്, എവിടേക്കാണ് ഈ പെൺകുട്ടി പോകുന്നത്, ഈ ചേട്ടനും ചേച്ചിയൊക്കെ എവിടേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ ഏത് പാപത്തിലേക്കാണ് പോകുന്നതെന്നും കൃത്യമായി മനസ്സിലാകും. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ഞങ്ങൾ അവിടെ നിന്ന് കരയാറുണ്ട്. ഞാൻ കരഞ്ഞിട്ടുണ്ട്, സത്യമായി ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഇന്നലെയും ഞാൻ കരഞ്ഞു, കുമ്പസാര കൂട്ടിലിരുന്ന് കരഞ്ഞു. മറ്റൊന്നും കൊണ്ടല്ല, ദൈവത്തിൻ്റെ ക്ഷമയുടെ ആ കാര്യം എന്താണെന്ന് മനസ്സിലാക്കാതെ അനുതപിക്കാതെ തൻ്റെ പാപത്തിൽ തന്നെ തുടരുന്ന അവസ്ഥയോർത്ത് അടിച്ച് തകർക്കുക മകൻ. മറ്റൊന്നിനുമല്ല, രക്ഷിക്കാൻ വേണ്ടി. അടി കൊള്ളാതിരിക്കണമെങ്കിൽ വേഗം തിരിഞ്ഞോണം. നോക്കിയിരിക്കും. അവസാനം വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ ജീവിതം തകർത്തു വാരിയിട്ടാണേലും നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് നിന്റെ ആത്മാവിനെ കൊണ്ടുപോകും. അതുകൊണ്ട് പശ്ചാത്താപം നീട്ടിവെക്കരുത്. നിങ്ങൾ പശ്ചാത്താപം നീട്ടിവെച്ച അപകടമാണ് മക്കളെ. കാര്യം എന്താ? പാപങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ ഘോരതയ്ക്കനുസരിച്ച് നീ ഒരിക്കൽ കണക്ക് കൊടുക്കണ്ടേ. പേടിപ്പിക്കാൻ പറയുന്ന അല്ല അച്ഛൻ ഇത്. ഞാനിപ്പോൾ സുവിശേഷം വായിച്ചിട്ടാണ് നിങ്ങളോട് പറയുന്നത്. സ്നേഹിക്കുന്ന ഈശോ തന്നെയാണ് ഇത് പറയുന്നത്. അവൻ എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്? നമ്മളെ നേടാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താണെന്നറിയാമോ? പശ്ചാത്താപം മാറ്റിവെച്ചാലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ദൈവത്തിൻ്റെ ക്ഷമയെ പരീക്ഷിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഹൃദയം കടുത്തുപോകും. ഒരിക്കലും അനുതാപം ഉണ്ടാകാത്ത രീതിയിൽ എന്നേക്കുമായിട്ട് നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ ദൈവം ഇടയാക്കും. ഞാൻ ചെറുപ്പകാലങ്ങളിലൊക്കെ ഒത്തിരി ചിന്തിച്ചിട്ടുള്ള ഒരു വചനമാണ്. ഫറവോയുടെ ഹൃദയത്തെ ദൈവം കഠിനമാക്കി. വായിച്ചിട്ടില്ലേ നിങ്ങൾ? അല്ലേ? മോശ എന്ന് പറഞ്ഞു വിടണം, ഇസ്രായേൽ ജനത്തെ വിടണം. ഫറവോ പറഞ്ഞു പൊക്കോ, നിങ്ങൾ പൊക്കോ. അല്ലെങ്കിൽ ഫറവോ പറയും പറ്റുകയില്ല. അപ്പോൾ ദൈവം ഹൃദയത്തെ കഠിനമാക്കും. അപ്പോൾ എന്താ സംഭവിക്കണേ? മോശ പറയും നിന്നെ ഉപദ്രവിക്കാനായിട്ട് ഞാൻ തവളെ വിടാൻ പോവാ. കർത്താവ് പറയും മോശയിലൂടെ, വിട്ടോ, ഒരു പ്രശ്നവുമില്ല. പെട്ടെന്ന് തവളകളെല്ലാം കൂടെ അങ്ങ് പെരുകി, അല്ലെങ്കിൽ ഈച്ചകൾ പെരുകുന്നു, വെള്ളം രക്തമായിട്ട് മാറുന്നു. അങ്ങനെ ഒത്തിരിയേറെ അടയാളങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? മോശ വഴി ദൈവം പ്രവർത്തിച്ച അടയാളങ്ങൾ. ഈ അടയാളങ്ങളെല്ലാം തന്നെ എന്തിനു വേണ്ടിയായിരുന്നു? ഈജിപ്തിലെ ജനത്തെ കാണിക്കാൻ വേണ്ടിയായിരുന്നു ദൈവമാണ് സത്യത്തിൽ ജീവിക്കുന്ന ദൈവം എന്നുള്ളത്. അവിടെയെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്. ഫറവോയുടെ ഹൃദയത്തെ ദൈവം കഠിനമാക്കി. എന്തിനാ കഠിനമാക്കിയത്? ആദ്യം മുതലേ തിരിച്ച് ദൈവത്തെ അറിയാനുള്ള അവസരം ഫറവോയ്ക്ക് കൊടുത്തു. എന്നാൽ ഫറവോ അത് ഉപയോഗിച്ചില്ല. അതുകൊണ്ട് പശ്ചാത്തപിക്കാനാവാത്ത വിധം ദൈവം ഫറവോയുടെ ഹൃദയത്തെ കഠിനമാക്കി. അവസാനം ഈജിപ്തിലെ കടിഞ്ഞൂലുകളെ കൊല്ലത്തക്ക വിധം ദൈവത്തിൻ്റെ ശിക്ഷ അവൻ ഏറ്റുവാങ്ങി. കാര്യം എന്തുകൊണ്ടാണ്? അവൻ ഹൃദയം കഠിനമാക്കിയത് കൊണ്ടാണ്. അച്ഛൻ ഇത് പറയുന്ന അച്ഛൻ്റെ സ്വന്തമല്ല, ഇതാ വചനം പറയുന്നത് നമുക്ക് വീണ്ടും കേൾക്കാം. ഹൃദയം കഠിനമാക്കും എന്ന് ദൈവം പറഞ്ഞത് സത്യമാണെന്ന് നമുക്ക് കേൾക്കാം. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ വാക്യം, പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെടുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കണ്ണീരോടെ അവൻ അത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവൻ അവസരം ലഭിച്ചില്ല. പറയുന്നത് ഏസാവിനെ കുറിച്ചാ. അവൻ്റെ തോന്നിവാസം കാണിച്ച എന്നാന്നറിയോ? എന്നതാ നമുക്കൊക്കെ വരുന്ന പ്രശ്നമാണ്. വിശപ്പും കൊണ്ട് കയറി കഴിഞ്ഞപ്പോൾ കണ്ണ് കാണാണ്ടായിപ്പോയി. വിശപ്പ് കയറി കഴിഞ്ഞപ്പോൾ കണ്ണ് കാണാണ്ടായിപ്പോയി. പിന്നെ എന്ത് ദൈവം, എന്ത് കാര്യം. യാക്കോബ് ആരാമോൻ, കുരുട്ടുബുദ്ധിയുടെ ആശാൻ, കയ്യും കാലും വെച്ചല്ലേ, കുരുട്ടുബുദ്ധിക്ക് കയ്യും കാലും വെച്ച് യാക്കോബ് എന്ന് പേരിട്ട് ദൈവം വിട്ടിരുന്ന ഒരു സാധനമായി യാക്കോബ് എന്ന് പറഞ്ഞ്. അതിനുള്ള ശിക്ഷയൊക്കെ അവന് ജീവിതകാലം മുഴുവൻ കിട്ടി. ആഗ്രഹിച്ച പെണ്ണിനെ കിട്ടിയില്ല. അടിമത്തത്തിൽ എത്ര കാലമാണ് യാക്കോബ് കഴിഞ്ഞ്. അതൊക്കെ വേറൊരു ചരിത്രം. മക്കളെ, ഏസാവ് വന്നിട്ട് എന്താ ചെയ്തേ? യാക്കോബിനോട് പറഞ്ഞു, നീ എൻ്റെ കടിഞ്ഞൂൽ അവകാശം എടുത്തോ, എനിക്ക് ഇച്ചിരി പായസം തന്നാൽ മതി. ഒരു കോപ്പ പായസത്തിന് വേണ്ടി അവൻ കൊടുക്കുന്നതിനാന്ന് അവൻ അറിഞ്ഞില്ല. പലപ്പോഴും നമ്മളൊക്കെ ഒരു ഇച്ചിരി ലെവന് വേണ്ടിയും പിന്നെ ഒരു ഇച്ചിരി ഇതിനു വേണ്ടിയും ഒരു ഇച്ചിരി സുഖത്തിന് വേണ്ടിയൊക്കെ നമ്മൾ കൊടുക്കുന്നതൊക്കെ നമ്മുടെ ആത്മാവാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലോ നമ്മളൊന്നും ഒരിക്കലും അത് ചെയ്യുകയില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഇടയ്ക്ക് ഞാനങ്ങ് പറയാം. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ കേട്ട ഒരു സംഭവമാണ്. നിങ്ങൾക്കറിയാമല്ലോ സാത്താൻ സേവ അറിയാമല്ലോ, കുട്ടിച്ചാത്തന്മാരെ സേവിക്കുന്നതൊക്കെ അറിയാമല്ലോ. ആ സ്ഥലങ്ങളിലൊക്കെ മറ്റെന്തുണ്ടെങ്കിലും സാത്താൻ പ്രസാദിക്കില്ല, കുട്ടിച്ചാത്തന്മാർ പ്രസാദിക്കില്ല. ഒന്നില്ലെങ്കിൽ എന്താ? മദ്യമില്ലെങ്കിൽ. മനുഷ്യരക്തം കൊണ്ട് വെച്ചാൽ പോലും കുട്ടിച്ചാത്തന്മാർ പ്രസാദിക്കില്ല, മദ്യമില്ലെങ്കിൽ. അതായത് മദ്യം എവിടെയുണ്ടോ അവിടെ ആരുണ്ട്?
അവരുണ്ട്. മദ്യം സേവിക്കുന്നത് വഴി നമ്മൾ ആരെയാ സേവിക്കുന്നത്? ആരെയാ അകത്തോട്ട് ആക്കുന്നത്? അവനെ തന്നെയാ. ഈ ദൈവത്തിൻ്റെ മക്കള് വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് അന്ന് വൈകുന്നേരം ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ മദ്യപിക്കുന്നത് എന്നാ? ഞായറാഴ്ച രാവിലെ വന്ന് നാക്കങ്ങ് നീട്ടും, ഈശോയും കൂടെ ഉള്ളിലൂടെ സ്വീകരിക്കും. എന്നിട്ട് വൈകുന്നേരം പോയിട്ട് എന്താ രസം, തിരിച്ചു വരുന്ന വരവ് കണ്ടാൽ തന്നെ സങ്കടം തോന്നും. കാലുമില്ല, കയ്യുമില്ല, മൂക്കുമില്ല, തലയില്ല. വന്നിട്ട് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളോ ഉടുതുണി പോലും കാണുകയില്ല പലതിനും. കാരണം എന്നാ? സാത്താൻ്റെ കൂടെയാ വരവ്. സ്വബോധം ഉണ്ടാവുമോ? ഇല്ല. പിന്നെ ബോധം ആരുടെ ആയിരിക്കും? ഈശോയെ സ്വീകരിച്ച ഈശോയുടെ ബോധം കിട്ടും. മദ്യപിച്ചു കഴിഞ്ഞാൽ ആരുടെ ബോധം ഉണ്ടാവുക? പിശാചിൻ്റെ ബോധം ഉണ്ടാവുക മക്കളെ. കാരണം നമ്മുടെ ബോധത്തെ കെടുത്തിക്കളയുക, നമ്മുടെ നാഡീവ്യൂഹത്തെ സ്വാധീനിച്ച് നമ്മുടെ ബോധം കെടുത്തിക്കളയുകയാണ് മദ്യവും മയക്കുമരുന്ന് പോലെയുള്ള സംഗതികളും ചെയ്യുന്നത്. അവിടെ പിന്നെ ചിന്തിക്കാൻ നമുക്ക് സാധാരണഗതി മനുഷ്യനുള്ള കോമൺ സെൻസ് പോലും നഷ്ടപ്പെടുക. പിന്നെ അവന് വേണ്ടി ചിന്തിക്കുന്ന മറ്റവനാ. അവൻ ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെയെല്ലാം നാശം ഉണ്ടാവണം. ശരിയല്ലേ അച്ഛൻ പറയണത്? അച്ഛൻ കള്ളം പറയുന്നതാണോ ഇത്? ബുദ്ധിയുള്ളവനൊക്കെ ചിന്തിച്ചാൽ മനസ്സിലാവും. എടാ ഞാൻ വായിലോട്ട് കയറിപ്പോടെ ഒന്ന് അടച്ചു പിടിക്കും, നീ വാ പൊളിച്ചോ, ഇങ്ങോട്ട് നോക്ക്. അപ്പം ദേ മക്കളെ, ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. അപ്പം മദ്യം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിശാച് പ്രസാദിക്കും. അതുപോലെയുള്ള മദ്യമാണ് ക്രിസ്ത്യാനികൾ, സത്യക്രിസ്ത്യാനികൾ ഞായറാഴ്ച വൈകുന്നേരം മാട്ടിക്കയറ്റുന്നത്. ഞാനോർത്ത് പണ്ട് സ്ത്രീകളൊക്കെ മോശമാണെന്ന്, സ്ത്രീ കാര്യത്തിൽ ഇച്ചിരി പുറകോട്ടാണെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു അച്ഛൻ പറഞ്ഞ തമാശ കേട്ടിട്ട് ഞാൻ കുറേ ചിരിച്ചുപോയി. കാരണം നമുക്കറിയാലേ ഊതിക്കുന്ന പരിപാടി ഉണ്ടല്ലോ കേരളത്തിലൊക്കെ. കാറിൽ പോകുമ്പോൾ പോലീസുകാർ പറയും, ഇങ്ങനെ ഊതാൻ പറയും. ഊതിക്കഴിയുമ്പോഴത്തേന് പി അടിക്കും. അങ്ങനെയുള്ള സംഭവമുണ്ട്. എനിക്കറിയത്തില്ല എന്നാ സംഭവം ഇതുവരെയായിട്ടും. അപ്പോൾ എന്തായാലും ഒരു ചേട്ടനും ചേച്ചിയും കൂടെ വൈകുന്നേരം ഒരു എങ്ങാണ്ട് ആഘോഷമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരിക. അപ്പോൾ പോലീസ് വണ്ടി നിർത്താൻ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ വണ്ടിയെ കയറി, കുടിച്ചിട്ടില്ല സാറേ, കുഴപ്പമൊന്നുമില്ല. ഊതിയേട്ടാ, അങ്ങോട്ടല്ല ഇങ്ങോട്ട് ഊതാൻ പറഞ്ഞു, തിരിച്ചു ഊതാൻ പറഞ്ഞു. അതൊക്കെ നമ്മൾ സിനിമയിൽ കാണുന്നതുകൊണ്ടാണ് ഞാനിതൊക്കെ അറിയുന്നത് കേട്ടോ. അല്ല ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇതിലായിട്ടും. അല്ലെങ്കിൽ ചേട്ടൻ ഊതിയപ്പോൾ സംഭവം പ്രശ്നമായി, പി അടിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു, എൻ്റെ മിസ്സിസ് ഓടിച്ചോളൂ, എന്നാൽ ഞാനങ്ങോട്ട് മാറി ഇരുന്നോളാമല്ലോ, കുഴപ്പമില്ലല്ലോ. എന്നാൽ ചേട്ടൻ മാറി, എന്നാൽ മിസ്സിസ് ഓടിക്കട്ടെ എന്ന് പറഞ്ഞു. അന്നേരം ഇപ്പം പോലീസുകാരൻ പറഞ്ഞു, ഏതായാലും മിസ്സിസ് അല്ലേ ഓടിക്കുന്നത്, മിസ്സിസ് ഒന്നുകൂടെ ഊതാൻ പറഞ്ഞു. മിസ്സിസ് ഊതി കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ആ മെഷീൻ കേടാകത്തക്ക രീതിയിൽ അതിൻ്റെ ലാസ്റ്റ് പോയിന്റ് വരെ ഇതിൻ്റെ ആരോ ഉയർന്നു പോയെന്നോ ഏതാണ്ടൊക്കെ അച്ഛൻ പറയുന്നത്. അത്രമാത്രം ചേടത്തി നല്ലതായിട്ട് വീശിയിട്ടാണ് വന്നേക്കണേന്ന്. എന്തൊരു കഷ്ടമെന്ന് ആലോചിച്ച് നോക്കി ഇപ്പോഴത്തെ കാലം. ഒരു ദിവസം കഴിഞ്ഞ ദിവസം എന്നെയും പിടിച്ചു പോലീസ്. ഞാനും കാർ ഓടിച്ച് പോയപ്പോഴത്തേന് പോലീസുകാർ കൈ കാണിച്ചു. ഞാനതൊക്കെ ഇട്ടോണ്ടാ പോയേ. പോലീസ് കൈ കാണിച്ചു. ഞാനിങ്ങനെ എന്നാന്ന് ചോദിച്ചു. സമയമില്ലാതെ പോകുന്ന പോക്കാ, ഇതൊക്കെ ബുക്കും പേപ്പറൊക്കെ ചെക്ക് ചെയ്യാൻ സമയം പോകുമല്ലോ. അപ്പം ഞാൻ തുറന്നിട്ട് സാറേ ഊതാൻ പറഞ്ഞു. ഞാനിങ്ങനെ ഊതാൻ വേണ്ടി അയ്യോ അച്ഛനാണോ, പൊക്കോ. അപ്പോൾ എനിക്കൊരു തമാശ തോന്നിയിട്ട് ഞാൻ ചോദിച്ചു, അച്ഛാ നമ്മൾ ഈ കുർബാനയ്ക്ക് ഒരു ഇച്ചിരി വൈൻ കുടിക്കും, വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. എൻ്റെ അച്ഛാ ക്ഷമിക്കുക അച്ഛാ, കളിയാക്കല്ലേ അച്ഛാ, പൊക്കോളാന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടു മക്കളെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ മക്കളെ. എന്തൊരു അധപ്പതനമാണ് നമ്മുടെയൊക്കെ നാട്ടിലേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ സ്ത്രീകൾ മദ്യപിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു, പുരുഷന്മാരെ പോലെ തന്നെ. കാരണം ഒരുപോലെ പാപത്തിന് അടിമത്തത്തിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. വിശേഷ ബുദ്ധി നഷ്ടപ്പെട്ട് മൃഗങ്ങളെക്കാളും കഷ്ടമായ അവസ്ഥയിലേക്ക് മദ്യപാനം നമ്മളെ കൊണ്ടെത്തിക്കും. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയുമോ? കുടുംബത്തിൻ്റെ അടിവേരോടെ പോവുകയും ചെയ്യും. പലർക്കും പശ്ചാത്തപിക്കാനായിട്ട് പറ്റുകയില്ല, ഒരു തുള്ളി കണ്ണുനീര് പോലും അവർക്ക് ഉണ്ടാവുകയില്ല. എനിക്കറിയാം ഒരു പയ്യനെ, എൻ്റെ കൂട്ടുകാരനായിരുന്നു, എൻ്റെ കൂടെ ലോഡ്ജിലുണ്ടായിരുന്ന. അവൻ്റെ അപ്പനും അമ്മയും ഒന്നോന്തരം പ്രാർത്ഥനക്കാരാ, എന്തുമാത്രം നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന കുടുംബമാണ്. പക്ഷേ ഒരു ദിവസം സങ്കടത്തോടെ എൻ്റെ കൂടെ കുമ്പസാരിക്കാൻ വന്നിട്ട് എന്നോട് പറയുക, എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കുമ്പസാരക്കൂടി ഒരു തുള്ളി കണ്ണീര് എനിക്ക് വന്നിട്ടില്ല, പാപത്തെ ഓർത്ത് എനിക്കൊരു സങ്കടം പോലും വന്നിട്ടില്ലടാ, എന്തൊരു കഷ്ടമാണ് എൻ്റെ അവസ്ഥയെന്ന്. ഞാൻ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അവനോട് പറഞ്ഞു, കുമ്പസാരിച്ച് കഴിയുമ്പോൾ എന്തൊരു സ്വാതന്ത്ര്യമാടാന്നൊക്കെ പറഞ്ഞ് ഞാനൊന്ന് എൻ്റെ കാര്യം ഒന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് പറഞ്ഞതാ, നിനക്കൊക്കെ എന്തൊരു സന്തോഷമാകും കുമ്പസാരിച്ച് കഴിയുമ്പം. എനിക്ക് കുമ്പസാരിക്കുമ്പോൾ ഒരു സങ്കടം പോലും തോന്നാറില്ല എൻ്റെ പാപങ്ങൾക്ക്. ഞാൻ ചോദിച്ചു എന്താടാ സംഭവം എന്താ? അങ്ങനെ ഞാൻ പറഞ്ഞു നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ കൊളത്തുവയലിലൊരു ധ്യാന കേന്ദ്രമുണ്ട്, അവിടെ പോയി. എന്നിട്ട് ഞാൻ പറഞ്ഞു, നീ കൗൺസിലിങ്ങിന് പോകുമ്പം കൗൺസിലറിനോട് പറയണം, ഈ സംഭവം പറയണമെന്ന് പറഞ്ഞു. നിനക്ക് പശ്ചാത്തലം ഉണ്ടാവുന്നില്ല, അനുതാപത്തിൻ്റെ കണ്ണുനീര് ദൈവം നിനക്ക് തരുന്നില്ല എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കണം, അതിന് കാരണം കർത്താവ് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ അവനെ പറഞ്ഞു വിട്ടു. അതിനുശേഷം ധ്യാനം കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവൻ എന്നോട് വന്ന് പറഞ്ഞു, ഞാൻ നന്നായിട്ടൊന്ന് കരഞ്ഞു കുമ്പസാരിച്ചടാ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമായി എന്നൊക്കെ പറഞ്ഞ് ധ്യാനം കഴിഞ്ഞ്
കഴിഞ്ഞ് അവൻ സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു ഈ ധ്യാനത്തിൻ്റെ സമയത്ത് ഇവൻ ഈ കൗൺസിലറിൻ്റെ അടുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പോയി. എന്നിട്ട് അവൻ കൗൺസിലറോട് പറഞ്ഞു, സിസ്റ്ററെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, എനിക്കിതുപോലെ എൻ്റെ പാപത്തെക്കുറിച്ച് വലിയ പശ്ചാത്താപമൊന്നുമില്ല, എനിക്ക് എൻ്റെ ബുദ്ധി കൊണ്ടറിയാം ഞാൻ പാപിയാണെന്ന്, ഏതൊക്കെ പാപങ്ങളാണെന്ന് എനിക്കറിയാം, ഞാനത് കുമ്പസാരത്തിൽ പറയുന്നുമുണ്ട്, പക്ഷേ എൻ്റെ ഹൃദയത്തിൽ നിന്നൊരു അനുതാപം ഉണ്ടാകുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് പറഞ്ഞു, മോനെ നിൻ്റെ അപ്പനും അമ്മയും നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരല്ലേ? അപ്പോൾ അവൻ പറഞ്ഞു അതെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരാ. മോനെ നീ ഒരു ഏതാണ്ട് ഒരു 12-13 വയസ്സുള്ളപ്പം അവർ നിന്നെ പല ധ്യാനങ്ങൾക്കും വിട്ടും, ശരിയല്ലേ? ആ ധ്യാനങ്ങളിലെല്ലാം നീ ഉഴപ്പി, ശരിയല്ലേ? അതിലൊന്നും ഒരു വചനം പോലും നിൻ്റെ ഹൃദയത്തിൽ കയറാത്ത രീതിയിൽ നിൻ്റെ ഹൃദയത്തിൽ നീ അടച്ചു കളഞ്ഞില്ലേ, ശരിയാ? അതെല്ലാം അവൻ സമ്മതിച്ചു. കാരണം തെളിവ് സഹിതം ധ്യാനങ്ങളുടെ പേര് സഹിതം കർത്താവ് അവന് വെളിപ്പെടുത്തി കൊടുത്തു. പ്രിയപ്പെട്ട മക്കളെ, എന്താണ് അവിടെ സംഭവിച്ചത്? അനുതാപം നീട്ടിവെക്കുന്നത് വഴി അവൻ്റെ ഹൃദയം കഠിനമാക്കാനായിട്ട് ദൈവം അനുവദിച്ചു. പശ്ചാത്താപത്തിലേക്ക് പിന്നീട് അവനെ നയിക്കാൻ വേണ്ടി ആയിരുന്നിരിക്കാം ദൈവത്തിൻ്റെ ആ ഗൂഢമായ പദ്ധതി. എങ്കിൽ പോലും വളരെ വർഷങ്ങളിലേക്ക് അനുതാപത്തിൻ്റെ കണിശം പോലും അവൻ്റെ ഹൃദയത്തിലേക്ക് കയറാത്ത രീതിയിൽ അവൻ്റെ ഹൃദയം കഠിനമാകുവാനായിട്ട് ദൈവം അനുവദിച്ചു കൊടുത്തു. ഒരിക്കലും നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ ഉണ്ടാവരുത്. കാരണം മക്കളെ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ആരെങ്കിലും വിളിച്ചത് കൊണ്ടല്ല നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു ധ്യാനം, ഈ ഒരു കൺവെൻഷൻ ഇവിടെ നടക്കാൻ കാരണം ഇവിടുത്തെ സലിനച്ചൻ്റെ കഴിവല്ല, ഈ ഇടവകക്കാരുടെ കഴിവല്ല, ഇവിടെയുള്ള കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ്റെയും കഴിവല്ല, മറിച്ച് ദൈവം തമ്പുരാൻ ഞാനും നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ്, യുഗങ്ങൾക്ക് മുമ്പ്, ലോക സ്ഥാപനത്തിന് മുമ്പ് എഴുതി വെച്ച പദ്ധതിയുടെ കാര്യമാണ്. അതുകൊണ്ട് ഈ മോൻ ഇവിടെ മുമ്പിൽ വന്നിരിക്കുന്നെങ്കിൽ, ഇവിടെ അവനെ ഞാൻ പുറകിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നെങ്കിൽ അതിന് കാരണം ദൈവം തമ്പുരാൻ കർത്താവ് ഈശോ മിശിഹാ പണ്ട് അത് കുറിച്ച് വെച്ചത് കൊണ്ടാണ്. കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു പയ്യൻ്റെ കാര്യം നോക്കി ഞാൻ പറഞ്ഞല്ലേ, പീലാത്തോസിൻ്റെ കാര്യം പറഞ്ഞിട്ട് അവനോട് എന്തെങ്കിലും പറയാൻ എനിക്ക് അധികാരം കിട്ടിയത് സ്വർഗത്തിൽ നിന്ന്, അതുകൊണ്ട് മാത്രം അവനോട് ഞാനത് പറയുന്നത്. മക്കളെ, നിങ്ങളുടെ മുമ്പിൽ ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അത് സ്വർഗത്തിൽ നിന്ന് അധികാരം ലഭിച്ചത് കൊണ്ടാണ്. ആ അധികാരത്തോടു കൂടി തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത്, ദേ സമയമായി, ഇനി നിങ്ങളുടെ മാനസാന്തരം നീട്ടിവെക്കരുത്. മാനസാന്തരം നീട്ടിവെച്ചാൽ എന്നേക്കുമായിട്ട് മാനസാന്തരപ്പെടാനാവാത്ത വിധം നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാകുവാൻ ദൈവം അനുവദിക്കുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം അവൻ്റെ സംരക്ഷണത്തിൻ്റെ കൈകൊണ്ട് മാത്രമാണ് ഇപ്പോഴും കുമ്പസാരിക്കാനായിട്ട് നമുക്ക് പറ്റുന്നത്. ഈ അച്ഛൻ ഇവിടെ നിൽപ്പുണ്ട്, 6 അടി പൊക്കത്തിൽ, അത്യാവശ്യം ശരീരത്തിന് വെയിറ്റും ഒക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ആരോഗ്യമൊക്കെ ഉണ്ട്, ഒന്നും വേണ്ട. ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ടാകുമ്പോൾ ഒറ്റ വീഴ്ച വീണാൽ തല അവിടെ ഒന്ന് ഇടിച്ചാൽ മതി. എന്തായിരിക്കും അവസ്ഥ? പിന്നെ നിങ്ങൾ എന്നെ വിളിക്കും, ആ കിടക്കുന്ന സാധനത്തിന് പിന്നെ നിങ്ങൾ എന്ത് വിളിക്കും? ശവം. എൻ്റെ പേര് പോലും നിങ്ങൾ പലരും വിളിക്കില്ല. ഇത്രയേ ഉള്ളൂ. 38 വയസ്സായി, 37 വയസ്സ് കഴിഞ്ഞു. ഞാൻ കണക്ക് കൂട്ടിയിട്ട് ഒരു 7000 ദിവസം ഇനി മാക്സിമം. ഒരു മാസം 30 ദിവസം കൊണ്ട് പോകും. 12 മാസം കഴിയുമ്പോൾ 1 വർഷം കഴിഞ്ഞു മക്കളെ. 100-300 ദിവസം കൊണ്ട് കഴിഞ്ഞു. പിന്നെ ഈ 7000-ൽ എന്തോരമൊക്കെ പറയണേ. ഇനി എന്നാ ഒരു ചാൻസ് കിട്ടുമെന്ന് അറിയാൻ പറ്റിയല്ല. അതുകൊണ്ട് അച്ഛന് വേറൊന്നും പറയാനില്ല. ദൈവത്തിൻ്റെ ക്ഷമ, ദൈവം ഇപ്പോഴും തിരിച്ചു വരാൻ കാത്തിരിക്കുന്നത് നമ്മളെ പശ്ചാത്താപത്തിലേക്ക് നയിക്കാനാ, അല്ലാതെ ദൈവം മണ്ടനായിട്ടല്ല. ദൈവം നിങ്ങളെ ശപിക്കുമെന്നോ ശിക്ഷിക്കുമെന്നോ ഒന്നും അച്ഛൻ പറയില്ല. കാരണം ഈ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന കർത്താവ് എന്നോടുള്ള സ്നേഹത്തെ പ്രതി എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് അവിടെ കിടക്കുന്നത്. ഞാൻ തെറ്റ് ചെയ്തു, ക്രൂശിക്കപ്പെടാനും മരണത്തിനു വേണ്ടിയുള്ള തെറ്റാണ് ഞാൻ ചെയ്തത്. അവിടെ ഞാനൊന്നും ചെയ്യേണ്ടി വന്നില്ല. ഒരു കുമ്പസാരൊക്കെ വേണ്ടി പോയിട്ട് അവിടെ ഇരിക്കുന്ന കർത്താവിനോട് പറഞ്ഞ് എനിക്കിത് മോചിച്ചു തരും. എന്തുകൊണ്ടാണെന്നറിയോ? എനിക്ക് വേണ്ടി തല്ലുകൊണ്ടത് അവനാ. MSMI പബ്ലിക്കേഷൻസിൻ്റെ അവരുടെ സിസ്റ്റേഴ്സ് ഇറക്കുന്ന ഒരു പുസ്തകമുണ്ട്, ഈശോയുടെ പീഡാനുഭവ രംഗങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. ആൻ കാതറിൻ എമറിച്ച് എന്ന് പറഞ്ഞ വിശുദ്ധിക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത അവൻ്റെ പീഡാനുഭവ രംഗങ്ങൾ. അത് കഴിഞ്ഞ ദിവസം വായിച്ചപ്പോഴും ഞാൻ വായിച്ചൊരു കാര്യമാണ്, ഇതാ ഈശോയുടെ ശരീരം കല്ലറയിൽ അടക്കി കഴിഞ്ഞപ്പോൾ മാലാഖമാർ പോയിട്ട് അവൻ്റെ ശരീരത്തിൽ നിന്ന് ചിതറിത്തെറിച്ച ചെറിയ ചെറിയ മാംസ കഷ്ണങ്ങൾ പോലും കൊണ്ട് തിരിച്ചു പിടിപ്പിച്ചു അവൻ മരിച്ചു കഴിഞ്ഞപ്പം. കാരണം അവൻ്റെ ശരീരത്തിൽ മാംസ കഷ്ണങ്ങളൊന്നും ഇല്ലായിരുന്നു. അടികൊണ്ടും ഉപദ്രവം കൊണ്ടും അവരുടെ കഷ്ടം അല്ലെങ്കിൽ വീണത് കൊണ്ടും ഒക്കെ ആയിട്ട് ഈശോയുടെ ശരീരത്തിൽ നിന്ന് മാംസ കഷ്ണങ്ങളൊക്കെ തെറിച്ച് ഈ ഭൂമിയിൽ വീണായിരുന്നു. അവൻ്റെ മറ്റൊരു മനുഷ്യ ശരീരം എങ്ങനെ ഡിഫോമായിട്ട് മാറാമോ, രൂപമില്ലാതായി മാറാമോ, അത്രമാത്രം രൂപമില്ലാതായിട്ട് അവൻ മാറി. കാരണം ഞാൻ കൊണ്ട തല്ലൊക്കെ അവനാ കൊണ്ടത്. അവിടുന്ന് നമുക്കൊക്കെ രക്ഷ കിട്ടിയത് മക്കളെ. ഈശോ ഈ ഭൂമിയിൽ വന്ന് ഈ പീഡകളൊക്കെ സഹിച്ച് മരിച്ചില്ലായിരുന്നെങ്കിൽ ഞാനും നീ ഒന്നും രക്ഷിക്കപ്പെടത്തില്ലായിരുന്നു. ഈ കുമ്പസാര കൂട്ടി പോയി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. അതിനാണ് ഞങ്ങളൊക്കെ തിയോളജി പഠിക്കുന്ന ഒരു വാക്കുണ്ട്, വികാരിയസ് സഫറിംഗ് എന്ന് പറയും. വികാരിയസ് സഫറിംഗ്. ആ ഒരു പീഡാനുഭവത്തിന് വേണ്ടി ആ ഒരു പീഡാനുഭവമാണ് നമുക്ക് രക്ഷ നമുക്ക് നേടുത്തുന്നത്. അതുകൊണ്ട് അവൻ്റെ ആ കുരിശിലോട് നോക്കി അനുതാപത്തോടെ നമുക്ക് പറയാം, ഈശോ എനിക്ക് തെറ്റിപ്പോയി.
ആ പറച്ചിൽ നമ്മൾ പറയുന്ന ഏത് നിമിഷമുണ്ടോ ആ നിമിഷം സന്തോഷത്തോടു കൂടി അവൻ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകും രക്ഷയിലേക്ക്. പറയാറുണ്ട്, ഞാനൊരു പടത്തിൽ വായിച്ച ഒരു കാര്യം ഞാനിപ്പം ഇങ്ങനെ ഓർക്കാറുണ്ട്, ഒത്തിരി സ്ട്രൈക്ക് ചെയ്തതാണ് ഒരു വചനം. When I forgive, I forget. When I forgive, I forget. ഞാൻ ക്ഷമിക്കുമ്പം മറന്നു കളയും. നമുക്കൊന്നും ക്ഷമിച്ചാലും മറക്കാൻ പറ്റുകയില്ല, ശരിയല്ലേ? ഉപദ്രവിച്ചവരോട് ക്ഷമിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ക്ഷമിക്കാൻ പറ്റും. മറക്കാൻ പറ്റുമോ? ഇല്ല. വേദനിച്ചതൊന്നും നമ്മൾ മറക്കുകയില്ല, പക്ഷെ കർത്താവ് മറന്നുപോകും. ഇന്ന് നമ്മളൊക്കെ കുമ്പസാരക്കൂട്ടി പോയി ഒരു കാര്യം കർത്താവ് എനിക്ക് തെറ്റിപ്പോയെന്ന് പറഞ്ഞ് കണ്ണീരോടെ പറഞ്ഞാൽ അതോടുകൂടി അത് ക്യാൻസൽഡ് ആവുക. നമ്മൾ പറയുന്ന ഡിലീറ്റായി പോവുക ചെയ്യണേ. ഫുൾ ഹാർഡ് ഡിസ്കിൽ നിന്ന് ഡിലീറ്റ് ആയി പോയി. കർത്താവ് പിന്നെ ഒരിക്കലും അത് ഓർക്കില്ല. ആത്മാർത്ഥമായിട്ട് അനുദപിച്ച് കുമ്പസാരിക്കുന്ന ഒരു മനുഷ്യൻ ന്യൂലി ബാപ്റ്റൈസ്ഡ്, അതായത് പുതിയതായിട്ട് മാമോദീസ മുങ്ങിയ ഒരു ശിശുവിനെ പോലെ കുമ്പസാരക്കൂട്ടി എഴുന്നേറ്റ് പോകുന്നത്.